എങ്ങനെയുണ്ടായിരുന്നു വാറിന്റെ ഒരു എക്സ്പീരിയൻസ്? ഇവർ വന്നിട്ടുണ്ട് മുട്ടെന്ന് എടി ബോംബ് പൊട്ടിയിട്ടുണ്ട്. എനിക്ക് ബോർഡറിലൊക്കെ റഷ്യൻ ആർമീസ് ഉണ്ട്. 100 പേരെ എന്തോ ഉണ്ടായിരുന്നു. കുട്ടി കുറച്ചിട്ടാ കൊണ്ടുവന്നത്. അപ്പൊ ഈ ഷെല്ല് വീഴുന്ന സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയുന്നില്ല. അപ്പൊ അവിടുന്ന് ഒരാൾ മരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു വാറിന്റെ ഒരു എക്സ്പീരിയൻസ്? അതായത് ആ കഥ എന്ന് പറഞ്ഞ വാറിന്റെ കഥ. ആക്ച്വലി നമ്മൾ അറിയില്ല ഇങ്ങനത്തെ സിറ്റുവേഷൻ. നമ്മൾ അറിയില്ല. നമ്മൾ നല്ല ഉറക്കായിരുന്നു. എന്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. ഒരു ദിവസം ഇങ്ങനെ കിടന്നുറങ്ങായിരുന്നു. ഞങ്ങൾ നാട്ടിൽ നിന്ന് നല്ല അതായത് +1 +2 നമ്മൾ ഒന്നിച്ച് പഠിച്ചായിരുന്നു. അപ്പൊ നമ്മൾ 3 പേരും കൂടി പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ പോയതാ. അങ്ങനെ പോയി 3 പേരും ഒരേ റൂമിലൊക്കെ ആയിരുന്നു. നമ്മൾ രാത്രി കിടന്നുറങ്ങി. അപ്പൊ നമ്മള് കുറച്ച് വൈകി എണീക്കല് സാധാരണ. തണുപ്പ് അവിടെ ഭയങ്കര തണുപ്പ്. അവിടെ -13 ഒക്കെ പോകും. -13 ഒക്കെ പോയിട്ടുണ്ട്. സ്നോ അവിടെ ഫുള്ള്. അപ്പൊ തണുപ്പായത് സ്വാഭാവികമായിട്ട് കിടന്നുറങ്ങും. അപ്പൊ നമ്മളിപ്പുറത്തെ റൂമിലെ കുട്ടികളെ നമ്മളിപ്പം വന്ന് വിളിക്കാറ്. ക്ലാസ്സിനാകുമ്പോൾ നമ്മൾ 3 പേരും എണീക്കാറില്ല. അപ്പൊ ഇപ്പുറത്ത് 2 കുട്ടികളുണ്ട്. അവര് വന്നിട്ട് നിങ്ങളിപ്പോ വിളിക്കാറ്. അപ്പൊ അവര് നോർമലി വിളിക്കുന്നതെന്ന് വിചാരിച്ച് രാവിലെ വിളിച്ചിട്ട് റെഡി തലേന്നൊന്നും ഒരു ഇതൊന്നും ഇല്ല. ഇങ്ങനെ മിലിറ്ററി അവരൊക്കെ മിലിറ്ററി ടീംസ് ഒക്കെ ഇങ്ങനെ ഇടക്കിടക്ക് റോഡിലൊക്കെ പാസ് ചെയ്യും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല, കാര്യമാക്കുന്നില്ല. പിന്നെ യുദ്ധം വരുന്നതിന്റെ ഒരു സിഗ്നൽ ഒന്നും ഇല്ല. ന്യൂസിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു, അതായത് ബോർഡറിലൊക്കെ റഷ്യൻ ആർമീസ് ഉണ്ട് എന്നൊക്കെ. അപ്പം ഒരു യുദ്ധത്തിന് ചാൻസ് ഉണ്ട്, പക്ഷെ അത് എപ്പാന്നറിയില്ല. പിന്നെ അമേരിക്കൻസ് അവരുടെ സിവിലിയൻസ് വിളിച്ചു തുടങ്ങി. അവരുടെ നാട്ടുകാർ അവർ തിരിച്ചു വിളിച്ചു. അപ്പോഴേ ഏകദേശം ഊഹിച്ചിരി. പക്ഷെ നമ്മള് പ്രതീക്ഷിക്കുന്നില്ല ഇതെന്തായാലും എങ്ങനെ ഒരു വാർ ഉണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ നോർമലി കിടന്നുറങ്ങിയതാണ്. ഒരു ദിവസം ഇവർ വന്നിട്ടുണ്ട് മുട്ടെന്ന് എടി ബോംബ് പൊട്ടിയിട്ടുണ്ട്. എനിക്ക് നമ്മളറിയില്ല, നമ്മൾ തൊട്ടിപ്പറ പൊട്ടിയെ നമ്മളറിയില്ല. നമ്മൾ നല്ല ഉറക്കായിരുന്നു. രാവിലെ എണീച്ച് നോക്കുമ്പോൾ ഫുൾ ഇങ്ങനത്തെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ബോംബിന്റെ ഷെല്ല് വീഴുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഷെല്ല് വീഴുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഏജൻസി ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചോ. ഇങ്ങനെ 2 ആഴ്ചത്തേക്ക് ഫുഡൊന്നും അങ്ങനെ ഉണ്ടാവില്ല. വേഗം കിട്ടുന്ന കയ്യിൽ കുറെ കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുപ്പിയിലൊക്കെ വെള്ളം നിറച്ച് വെച്ചു. പിന്നെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ആൾക്കാരൊക്കെ തുരുതേ ഓടും അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ എടുക്കാൻ. ഏകദേശം കുറെ സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ സാധനം കുറെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ സാധനം എല്ലാവരും കൂടി പർച്ചേസ് ചെയ്തു. പിന്നെ വെള്ളം എടുക്കാനും വലിയ ക്യൂ ആയിരുന്നു. വെള്ളം എടുത്ത് എല്ലാം സ്റ്റോർ ചെയ്ത് നമ്മളെ അപ്പാർട്ട്മെന്റ് നമ്മളെ ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് നിന്ന് നമ്മുടെ ഫയൽസൊക്കെ ഡ്രസ്സൊക്കെ ഏകദേശം പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽസ് മാത്രം എടുത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നമായി. എന്താ പ്രശ്നമായത് എന്ന് വെച്ചാൽ നല്ലോണം വരെ ഷെല്ല് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മള് അതിന്റെ അടിയിൽ നമ്മുടെ ഹോസ്റ്റലിന്റെ അടിയിൽ തന്നെ ബങ്കേഴ്സ് ഉണ്ട്. ബങ്കറിലോട്ട് മാറി. ഹോസ്റ്റലിന്റെ അടിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഹോസ്റ്റലിന്റെ അടിയിൽ ആദ്യം പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇവിടെ പൊട്ടുന്നുള്ളത്. ഹോസ്റ്റലിന്റെ അടിയിലുണ്ട്. പിന്നെ നമ്മുടെ മെസ്സും ഹോസ്റ്റലും അടുത്തടുത്താ. അപ്പൊ മെസ്സിന്റെ അടിയിലും ബങ്കർ ഉണ്ട്. നമ്മളിപ്പോ ഫസ്റ്റ് പൊട്ടിയപ്പോ തന്നെ മെസ്സിന്റെ അടിയിലുള്ള ബങ്കറാ കുറച്ചും കൂടി സേഫ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സിന്റെ അടിയിലുള്ള ബങ്കറിലാ പോയി. പൊട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ എല്ലായിടത്തും ബങ്കേഴ്സ് ഉണ്ട്. അതായത് തണുപ്പിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട് അവര് ബങ്കേഴ്സിലാന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ പറയുന്നിട്ടുണ്ടായിരുന്നു, അറിയില്ല. അപ്പൊ അവിടെ ഏകദേശം എല്ലായിടത്തും ഇപ്പൊ ബാക്കി എല്ലാത്തിനും ഹോട്ടലിന്റെ അടിയിലായാലും ബങ്കേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ കൂടെ ഉണ്ടായ കുറെ ബാക്കിയുള്ള സ്റ്റുഡൻസ് അവരൊക്കെ ഇങ്ങനെ ഒരു ഹോട്ടലിലായിരുന്നു. ഇതുപോലെ അപ്പാർട്ട്മെന്റ് പോലെ നിന്ന് ഹോട്ടലിലായിരുന്നു. അപ്പൊ ഹോട്ടലിന്റെ അടിയിലും ബങ്കേഴ്സ് ഉണ്ട്. അവരൊക്കെ അതിന്റെ ബങ്കേഴ്സിലായിരുന്നു. നമ്മൾ ഗേൾസ് ഹോസ്റ്റലായിരുന്നു. അപ്പൊ ഗേൾസ് ഒക്കെ ഈ മെസ്സിന്റെ ബങ്കറിലായിരുന്നു. അവിടെ നിൽക്കുമ്പോൾ കണ്ടിന്യൂസ് ഷെല്ല് വരുന്ന സൗണ്ട് കേൾക്കും. നമ്മൾ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വെച്ച്, കാരണം നമ്മുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, കാരണം ഒരുപാട് ഫോൺ ഓൺ ആയി കഴിഞ്ഞാൽ ആ ടവർ ഏരിയയിലോട്ട് അവർ ഷെല്ല് ഇടും. അതുകൊണ്ട് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വെച്ച് പിന്നെ ഡോറൊക്കെ ക്ലോസ് ചെയ്ത്. കാരണം രാത്രിയാകുമ്പോൾ ഇവരുടെ തന്നെ ആൾക്കാർ വന്നിട്ട് യുക്രൈൻസ് തന്നെ ചിലപ്പോൾ വന്നിട്ട് ആയുധങ്ങളൊക്കെ എടുത്ത് നമ്മളെ ഡോറൊക്കെ നോക്ക് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൗണ്ട് ഉണ്ടാക്കാണ്ട് നമ്മൾ 100 പേരെ എന്തോ ഉണ്ടായിരുന്നു. കറക്റ്റ് ഓർമ്മയില്ല. കുറെ ഗേൾസ് ഉണ്ടായിരുന്നു, എത്രയാന്ന് ഓർമ്മയില്ല. അവരൊക്കെ എല്ലാരും കൂടി ഒന്നിച്ചിട്ട് ഒരു ബങ്കറിലായിരുന്നു. അതായത് കടക്കാൻ പോലും സ്ഥലം ഉണ്ടായില്ല, ജസ്റ്റ് ഇരിക്കാം. ഇത്രയുള്ള ഒരു സ്ഥലമായിരുന്നു. എല്ലാരും ഇരുന്ന്, കടക്കാൻ സ്ഥലമില്ല, ഇരുന്ന്. ആ രാത്രി ഫുള്ള് അവിടെ ഇരുന്ന്. ആ രാത്രി മാത്രമല്ല, കുറെ രാത്രി അവിടെ ഇരുന്നു. അപ്പൊ ഉറക്കം എങ്ങനെയാ? ഉറക്കം ഇരുന്നുറങ്ങും. പിന്നെ ഒരാളുടെ മേൽ കാലൊക്കെ വെച്ച് ഉറങ്ങും. ഒരാൾ ഉറങ്ങുമ്പോ ഒരാൾ നിൽക്കും, ഒരാള് നിൽക്കുമ്പോ ഒരാൾ കിടക്കും. അങ്ങനെയായിരുന്നു, മാറി മാറിയിട്ടായിരുന്നു. ബാത്റൂമൊക്കെ പോക്കിലൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചോണ്ട് അത് കഴിക്കുമായിരുന്നു. കുറച്ചൊരു നല്ല രാത്രി ആകുമ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു സീനിയർ ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിനെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ ഇത്രയും ഗേൾസിന് ആ ചേച്ചിയായിരുന്നു ഫുള്ള് നോക്കി. ഒരു ഗാർഡിയനെ പോലെ ആ ചേച്ചിയായിരുന്നു ഫുള്ള് നമ്മളെ മാനേജ് ചെയ്ത്. കാരണം എല്ലാവരും ടെൻഷനായിരുന്നു. ഫുൾ
അവരെവിടെയാന്ന് കറക്റ്റ് അറിയില്ല. ഒന്ന് ഇത്രയും ഹെൽപ്പ് ചെയ്ത ഒരാളാണ് പിന്നെ അല്ല നമ്മള് പോയിട്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, നാട്ടിലെത്തിയിട്ട് നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗേൾസിന് ആ ചേച്ചിയും പിന്നെ നമുക്കൊരു ഷെഫ് ഉണ്ടായിരുന്നു, മലയാളി ഷെഫ് ഉണ്ടായിരുന്നു. ആ ഷെഫും നമ്മുടെ കൂടെ ആയിരുന്നു. പിന്നെ നമ്മൾ ഇത്രയും ഗേൾസും, വേറെ ആരും ഉണ്ടായില്ല. ബോയ്സ് ഒക്കെ വേറെ സ്ഥലത്തായിരുന്നു. അപ്പോൾ ഫുൾ എല്ലാവരും പാനിക്കായിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു. കുറേ ആൾക്കാർ ഒരു ഭാഗത്ത് നിന്ന് കരയുന്നുണ്ട്. പിന്നെ നാട്ടിൽ ന്യൂസൊക്കെ വരുന്നുണ്ടായിരുന്നു. നമ്മൾ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു, ന്യൂസ് ചാനലിനൊക്കെ നമ്മൾ വിളിക്കും, അടുക്കളക്കേ വിളിക്കും, അവിടുത്തെ പ്രശ്നം എന്തുണ്ട് പ്രശ്നം എന്ന് ചോദിച്ചിട്ട് ഫോണൊക്കെ ഓഫാക്കി വെക്കും. ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഫോണൊന്നും തുറക്കണ്ട. ആൾക്കാരെ നാട്ടുകാരെ വിളിച്ചിട്ട് ചോദിക്കും, ഫോണൊന്നും തുറക്കണ്ട. കാരണം അമ്മ ഓൾറെഡി ഫുൾ ടെൻഷനിലാണ്. ഞാൻ ബംഗറിലാന്ന് അമ്മ അറിയില്ല. ഞാൻ ഹോസ്റ്റലിൽ നമ്മൾ ഏറ്റവും അടിയിലത്തെ അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, താഴെ. അപ്പോൾ അവിടെയാണ് നിൽക്കുന്നത് അമ്മയുടെ വിചാരം. ആരും പറഞ്ഞിട്ടില്ല, നമ്മൾ ബംഗാസിലാന്ന് പറഞ്ഞിട്ടില്ല. ഫോണിൽ വീഡിയോ കോളും ചെയ്യൂല, ഒന്നും ചെയ്യില്ല. അങ്ങനെ അവിടെ ഇരുന്നു. അവിടെ ഇരുന്നിട്ട് രാത്രി ആകുമ്പോൾ ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ യൂറിൻ പാസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല. അതിന് മുകളിൽ നമ്മൾ മെസ്സിൽ പോയിട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ. പിന്നെ ഫുഡ് ആ ഷെഫ് ഉണ്ടാക്കിയിട്ട് താഴെ കൊണ്ടുത്തരും നമുക്ക്. ഒരു 2 ആഴ്ചത്തോളം അല്ല 2 ആഴ്ച എന്തോ ബംഗാറിൽ നിന്നിട്ടുണ്ടായിരുന്നു. 10 ദിവസം എന്തായാലും നിന്നിട്ടുണ്ട്, ബംഗാറിൽ നിന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം ഒന്നും കുഴപ്പമില്ല, ഭയങ്കര ആ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായി. നല്ല ഫസ്റ്റ് നമ്മൾ അവിടെ കുറച്ചു നേരം ഹോസ്റ്റലിലെ ബംഗാറിൽ നിന്നു. പിന്നെ നമുക്ക് 2 ദിവസം ഉറക്കില്ല, ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ഹോസ്റ്റലിൻ്റെ തന്നെ ബംഗറുണ്ട്. അപ്പോൾ അവിടെ കുറച്ചും കൂടി കിടക്കാൻ വേണ്ടി സ്ഥലമുണ്ട്, എല്ലാവർക്കും കൂടി നിൽക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഇതായപ്പോൾ അതായത് സാറിനടിക്കും, അവർ ഷെല്ല് വീഴുന്ന ടൈം അവർ സാറിനടിക്കും. അപ്പോൾ എല്ലാവരും ബങ്കറിൻ്റെ ഉള്ളിൽ കയറണം. എല്ലാ ടൈമും നമുക്ക് പുറത്ത് പോയിട്ട് അങ്ങനെ നമ്മൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. പക്ഷെ നമ്മൾ പുറത്തിറങ്ങാനില്ല, കാരണം എപ്പോഴാണ് വീഴാന്ന് അറിയാത്തതുകൊണ്ട് ഒരു ഉറപ്പുണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൻ്റെ ബങ്കറിൽ വന്നു, എല്ലാവരും കൂടി വന്നു. ജസ്റ്റ് ഫ്രഷ് ആയിട്ട് ഹോസ്റ്റലിലെ ബങ്കറിൽ വന്നു. ഫുൾ അതായത് ഒരാൾക്ക് കിടക്കേണ്ട രീതിയിൽ ബെഡ് ഇട്ട് എല്ലാവർക്കും കുറേ ദിവസമായില്ല ഉറങ്ങാത്ത. അപ്പോൾ എല്ലാവരും കിടക്കേണ്ട രീതിയിൽ ബെഡ് ഇട്ട് എല്ലാം സെറ്റാക്കി ഇരിക്കുകയായിരുന്നു. അങ്ങനെ ചേച്ചി പറഞ്ഞു നമുക്ക് ഇന്ന് ഇവിടെ രാത്രി കിടക്കാം. അങ്ങനെ ഫുൾ സെറ്റാക്കി. നിങ്ങൾക്ക് ഫ്രഷ് ആവണമെങ്കിൽ പോയി ഫ്രഷ് ആവാം അങ്ങനെയൊക്കെ പറഞ്ഞു. ഫ്രഷ് ആവാൻ പോയപ്പോൾ നമ്മുടെ തൊട്ടിപ്പുറത്തെ ബിൽഡിങ്ങിൽ ബോംബിട്ടു. അപ്പോൾ അതിൻ്റെ വൈബ്രേഷനിൽ നമ്മളെ ബിൽഡിങ്ങും പൊട്ടി. നമ്മുടെ ബിൽഡിങ്ങിന്റെ ഫുൾ ചില്ലൊക്കെ പൊട്ടി. അപ്പോൾ ഒരു കുട്ടി കുളിച്ചോണ്ടിരിക്കുമ്പോൾ എന്തോ പൊട്ടുന്ന വെച്ചിട്ട് അവള് അങ്ങനെ പാനിക്കായി, അവളുടെ കാലിനൊക്കെ പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ താഴെയിറങ്ങി വന്നു. ഫുള്ള് എല്ലാവരും വന്നിരുന്ന് നമ്മുടെ ഡോറ്, അതായത് അതിന്റെ ഡോറൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഫുള്ള് തണുപ്പടിക്കാൻ തുടങ്ങി. പിന്നെ നമ്മളവിടെ സേഫ് എല്ലാം മനസ്സിലായി. അതായത് ഭയങ്കര സിറ്റുവേഷൻ വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് ഡേയ്സ് അങ്ങനെ, അതായത് നമ്മൾ ഇന്ത്യൻസ് വിടേണ്ട ടൈമായി. നമ്മളായിട്ട് ലാസ്റ്റ് വന്നത്. ഇന്ത്യൻസ് അവിടെ നിന്ന് വിടണമെന്ന് ഇത് വന്നു. കുറേ ദിവസം അവിടെ നിന്നു. ലാസ്റ്റ് ഇന്ത്യൻസ് വിടണമെന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം അവിടെ തന്നെ നിന്നു. പിന്നെ നമുക്ക് ഇവിടുന്ന് പോകണമല്ലോ. നമുക്ക് പോകണമെങ്കിൽ ഒന്നിക്കൽ ഇതുപോലത്തെ മെട്രോസ് ഉണ്ട്. മെട്രോ വഴി കണക്ട് ചെയ്ത് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വേണം പോകാൻ. നമുക്കാണെങ്കിൽ മെട്രോയിലേക്ക് നടക്കാൻ പറ്റത്തില്ല, കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. മെട്രോ വരെ എത്തുന്നത് പ്രശ്നമാണ്. ഇപ്പൊ ബോയ്സിനാണെങ്കിൽ അവർ മെട്രോ അടുത്തടുത്ത, അവർക്ക് കുറച്ച് ഡിസ്റ്റൻസ് നടന്നു കഴിഞ്ഞാൽ മെട്രോ എത്തും. നമുക്ക് കുറച്ചും കൂടി ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അവര് മെട്രോ വഴി നടന്നിട്ടാ പോയത്. അവര് മെട്രോ വഴി നടന്ന് കണക്ട് ചെയ്തിട്ടാണ്. അപ്പൊ മെട്രോ ഒക്കെ ഫുൾ ഓഫ് ആക്കി വെച്ചിട്ടുണ്ട്. അവരതുവഴി റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നു. നമ്മൾ ഈ സീനിയർ ചേച്ചി എന്താണെന്ന് വെച്ചാൽ ടാക്സി വിളിച്ച്, നമ്മൾ ഒരുപാട് പേരുള്ളതുകൊണ്ട് എല്ലാവരും ഫോണിൽ നിന്നും ടാക്സി വിളിച്ച്. എടുക്കുന്ന ആള് ചേച്ചിക്ക് ഭാഷ അറിയാം, എടുക്കുന്ന ആള് ചേച്ചിക്ക് കൊടുത്തു. ആരെ ഫോണിലാണോ ഫോൺ എടുക്കുന്നത് അത് ചേച്ചി എടുത്ത് സംസാരിക്കും, ഇങ്ങനെ ടാക്സി വരുമെന്ന് ചോദിച്ചു. ആരും വരുന്നില്ല. ലാസ്റ്റ് ഒരാൾ മാത്രം ടാക്സി കൊണ്ടുവന്നു. അത് നമ്മൾ ട്രിപ്പ് അടിച്ചു, കുറേ ട്രിപ്പ് അടിച്ചു. കുറച്ച് ആൾക്കാരെ കയറ്റിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിറക്കി. എൻ്റെ അടുത്ത ടീമിനെ കൊണ്ടുവന്നു. അങ്ങനെ കുറച്ച് ആൾക്കാർ എത്തിച്ച് എല്ലാവരും റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ശല്യം വരുന്നത്. നമുക്കിങ്ങനെ ഈ നാട്ടിലൊക്കെ പടക്കം പൊട്ടുമ്പോൾ ആ ഒരു സൗണ്ട് ഇല്ലേ, അത് ഇതിൻ്റെ മുകളിൽ വന്ന് വീഴുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഭയങ്കര സൗണ്ടാണ്, നല്ല സൗണ്ട് ഉണ്ടാവും. അതൊക്കെ നല്ലോണം അറിയുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിലും കുറേ ദിവസം കടന്നു. കുറേ ദിവസമല്ല, 1.5 ദിവസം എന്തോ റെയിൽവേ സ്റ്റേഷനിൽ കടന്നിട്ടുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ അവരുടെ ആൾക്കാരെ ഫസ്റ്റ് കയറ്റുന്നത്, അവരുടെ ആൾക്കാരെ. പിന്നെ ലേഡീസ്. റെയിൽവേ സ്റ്റേഷനിൽ ഈ ബാത്റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ബാത്റൂം കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ട് തന്നെ ഇല്ല. 1.5 ദിവസത്തേക്ക് ഒന്നുമില്ല ബാത്റൂം. പിന്നെ ഫുഡ് കഴിച്ചാലല്ലേ ബാത്റൂമും കാര്യങ്ങളല്ലേ ഉള്ളൂ. അതുകൊണ്ട് ബാത്റൂമും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മളെ കയ്യിലുള്ള ഫുഡ് ലാസ്റ്റ് തൊട്ടാകുമ്പോഴത്തേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഷെഫ് ഉണ്ടാക്കിയതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, ഫുഡൊന്നും ഉണ്ടായിട്ടില്ല ലാസ്റ്റ് തൊട്ട്. പിന്നെ വെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ 1.5 ദിവസം പട്ടിണിയായിരുന്നു. 1.5 ദിവസമല്ല, അതിൽ കൂടുതൽ പട്ടിണിയായിരുന്നു. അവരുടെ ആൾക്കാരെ അവർ കയറ്റത്തുള്ളൂ. അവരുടെ ആൾക്കാരെ, പിന്നെ ലേഡീസ്, പിന്നെ കുട്ടികൾ,
ഫസ്റ്റ് കുട്ടികൾ ലേഡീസ്, പിന്നെയാണ് ബോയ്സിനൊക്കെ കയറ്റും. അപ്പോൾ മുന്നേ പോയ ബോയ്സൊക്കെ അവിടെ സ്റ്റക്കായി കിടക്കുക. അവരെ കയറ്റുന്നത് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് വയസ്സായ ആൾക്കാരെ സഹായിക്കുന്ന പോലെ അങ്ങനെയൊക്കെ കയറിയും. പിന്നെ അവർ റെയിൽവേ സ്റ്റേഷനിൽ അവരുടെ ആൾക്കാർക്ക് ഫുഡ് കൊടുക്കും, നമുക്ക് ഫുഡില്ല. അപ്പോൾ അവർ ഫുഡ് കഴിക്കുന്ന നമ്മളിങ്ങനെ നോക്കിയിരിക്കും, നമുക്ക് ഫുഡ് ഉണ്ടായിട്ടില്ല. അവരുടെ ആൾക്കാർക്ക് പിന്നെ അവരവിടെ തന്നെയല്ലേ താമസിക്കണ്ടേ, നമുക്ക് നമ്മളെ രാജ്യത്തോട്ട് പോകാമല്ലോ. അപ്പോൾ അവർക്ക് അവർ ഫുഡ് കൊടുക്കുന്നുണ്ട്, അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതൊരു അണ്ടർഗ്രൗണ്ട് ഏരിയ പോലത്തെ സ്ഥലമാണ്, അതിനുള്ളിൽ ഷെല്ല് വീഴില്ല. അപ്പോൾ അവിടെയാണ് കുറേ ആൾക്കാർ നിൽക്കുന്നത്. ഈ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നത്, ഇവിടുത്തെ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരാൾ മരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുമ്പോൾ അയാൾ ഫുള്ള് ബ്ലഡിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ഇങ്ങനെ അതെന്താണെന്നറിയില്ല, അയാൾ ബ്ലഡിൽ ഇരിക്കുകയായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അയാളെ വലിച്ചു കൊണ്ടുപോകുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഒരു രാത്രി ഫുൾ അവിടെ ഇരുന്നു. ഒരു രാത്രി അവിടെ ഇരുന്നിട്ട് ട്രെയിനിൽ കയറാനാണെങ്കിൽ അതിലും പാടായിരുന്നു. ട്രെയിനിൽ ഒരുപാട് ആൾക്കാരുണ്ട് കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ പിന്നെ നമുക്ക് ഏതാ പ്ലാറ്റ്ഫോം എന്നറിയില്ല, പ്ലാറ്റ്ഫോം ഏത് ട്രെയിൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നു, ഒരുപാട് ആൾക്കാർ നിന്നു. അപ്പോൾ പറഞ്ഞു ഈ പ്ലാറ്റ്ഫോമല്ല അപ്പുറത്തെ പ്ലാറ്റ്ഫോമാണ്. കയറി സ്റ്റെപ്പ് കയറി. പിന്നെ എൻ്റെ കയ്യിൽ ലഗേജ് ഉണ്ടായിരുന്നു. ലഗേജ് നമുക്ക് കൈ കിട്ടുന്ന എന്തും എടുക്കാം. ഞാൻ അപ്പോൾ എൻ്റെ മറ്റേ ബാക്ക് പാക്ക് ആയതുകൊണ്ട് ഞാൻ അതിനകത്ത് കുറേ ഇഷ്ടപ്പെട്ട ഡ്രസ്സും കുറേ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട ഡ്രസ്സും കുറച്ച് ഫുഡും മാത്രം എടുത്ത്, ബാക്കി കുട്ടികൾ അതുപോലെ എടുത്തിട്ടില്ല, അവർക്ക് ബാക്ക് പാക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർ ജസ്റ്റ് അവരുടെ ഫയൽസ് മാത്രമേ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ ഡ്രസ്സൊന്നും അങ്ങനെ ചേഞ്ച് ചെയ്യാനൊന്നും കഴിയില്ല. പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ആയിരുന്നു, അത് കുറച്ച് എടുത്തിട്ടുണ്ട്. ലഗേജ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരുപാട് നല്ല വെയിറ്റ് കുത്തി കുറച്ചിട്ടാണ് കൊണ്ടുവന്നത്. അതും വെച്ചിട്ടാണ് ഈ പ്ലാറ്റ്ഫോം കയറുന്നത്. പ്ലാറ്റ്ഫോം കയറി അപ്പുറത്തേക്ക് പറഞ്ഞു ഈ ട്രെയിനല്ല, അപ്പുറത്തെ ഫസ്റ്റ് നിന്ന പ്ലാറ്റ്ഫോമാണ്. അവിടത്തേക്ക് നടക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ പ്ലാറ്റ്ഫോം ചാടിക്കടന്നെത്തിയപ്പോൾ പറഞ്ഞു ഇതുമല്ല നടുക്കേറ്റാണ്. നടുക്കേത്തൽ പോയി നിന്നപ്പോൾ അങ്ങനെ ഒരു 3-4 പ്രാവശ്യം പ്ലാറ്റ്ഫോം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് വരുന്നത്. പിന്നെ അപ്പോൾ ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോൾ ഒരു ട്രെയിൻ നമ്മൾ മുന്നിലോട്ട് പോകുന്നു. ആ ട്രെയിനിലായിരുന്നു പോകേണ്ടത്, അത് മിസ്സായി. പിന്നെ ഉള്ളത് ലാസ്റ്റ് ട്രെയിൻ എവിടെയാണ് എന്താ ഒന്നും അറിയില്ല. കയറി കുറേ നേരം പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്ത് ട്രെയിൻ വന്ന് കുത്തി നിറച്ച് കയറി. അതിൽ കയറ്റുമോ പോലും അറിയില്ലായിരുന്നു. എല്ലാവരും കൂടി ഉന്തി കയറി. ട്രെയിനിൽ ഫുൾ വെള്ളമായിരുന്നു. ട്രെയിനിൽ ഫുഡ് ഉണ്ടായിട്ടില്ല. ട്രെയിനിൽ നമ്മൾ 1.5 ദിവസം ട്രെയിനിൽ ഇരുന്നിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി കറണ്ട് ഒന്നുമില്ല. അപ്പോൾ അത് ഓപ്പൺ ഏരിയ ആയിരുന്നു, ഏത് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അവിടുന്ന് ഷെല്ല് വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല, റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ഒട്ടും സേഫ് അല്ലായിരുന്നു. നമ്മൾ ട്രെയിൻ കയറാൻ പോകുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് കയറണം. അപ്പോൾ അത് ഓപ്പൺ ഏരിയ ആണ്. അവിടെ നിന്ന് ഷെല്ല് വീഴുന്ന, അപ്പോൾ അവിടെയും കുറേ നേരം നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന ട്രെയിനിൽ കയറിയിട്ട് ഈ ട്രെയിൻ ബാക്കോട്ട് എടുക്കുമ്പോൾ ടെൻഷനായിരുന്നു. ഇത് പിന്നെയും നമ്മൾ നിന്ന സ്റ്റേഷനിലോട്ടാണോ വരിക എന്ന് അറിയുന്നില്ല. ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഫുൾ ട്രോമയായിരുന്നു. ഫുൾ ഈ പൊട്ടുന്ന സൗണ്ടായിരുന്നു, ഫുൾ ഉറങ്ങുമ്പോൾ ഒക്കെ ഫുള്ള് പൊട്ടുന്ന സൗണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ യുക്രൈൻ്റെ തന്നെ ബോർഡറിലെത്തി. എങ്ങനെ ട്രെയിനിൽ നമ്മൾ ആക്ച്വലി റഷ്യൻ ഇപ്പൊ ട്രെയിനിൽ വരുന്ന സമയത്ത് രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ലൈറ്റും ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഒന്നുമില്ല, നമുക്കൊന്നും കാണുന്നുണ്ടായിട്ടില്ല. നമ്മളതിൽ ആകെ ഒരു പാൽപ്പൊടി ഉണ്ടായ, പാൽപ്പൊടിയും പിന്നെ ഉപ്പ് കഴിക്കാൻ കഴിയില്ലല്ലോ. പാൽപ്പൊടി എന്ത് ചെയ്തു, പാൽപ്പൊടി എല്ലാവരും കഴിച്ച് വെളിച്ചം വന്നപ്പോൾ മനസ്സിലായി ഡ്രസ്സിലൊക്കെ പാൽപ്പൊടി ആയിരുന്നു. എല്ലാവരും പാൽപ്പൊടി കഴിച്ചിട്ട് വയറ് നിറച്ചു. പിന്നെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് ട്രെയിനിൽ തന്നെ എടുത്താണ്. ആ വെള്ളം കുടിച്ചു. എന്നിട്ട് ഇത് നമ്മൾ റഷ്യൻ ബോർഡർ ആയിരുന്നു. അപ്പം നമ്മൾ മെയിൻ സ്ഥലത്ത് കാർക്കീവില. അപ്പം നമുക്ക് ഫസ്റ്റ് യുക്രൈൻ ബോർഡർ എത്തണം. അങ്ങനെ യുക്രൈൻ ബോർഡർ നമുക്ക് രാത്രി രാത്രി എത്തിയപ്പോൾ അവിടുത്തെ ഷോപ്പൊക്കെ ക്ലോസ്. നമ്മളടുത്ത് പറഞ്ഞു ഇവിടുന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കാം, നോക്കിയിട്ട് ഫുഡ് വാങ്ങിക്കാൻ തോന്നുന്നു. അങ്ങനെ ഫുഡ് വാങ്ങിക്കാൻ കുറേ നടന്ന് കുറേ ആൾക്കാർക്ക് ഛർദിയൊക്കെ വരാൻ തുടങ്ങി, തലകറക്കം വരാൻ തുടങ്ങി. എൻ്റെ ഫ്രണ്ട് തലകറങ്ങി വീഴാനപ്പോൾ ഞാൻ പറഞ്ഞു തലകറങ്ങി വീടാൻ ആരും എടുക്കില്ല, എല്ലാവരും ചവിട്ടിക്കൂട്ടി പോവുകയുള്ളൂ. അവൾ ഒക്കെ ഒന്നും കഴിയുന്നില്ല, കുറേ ദിവസം ഫുഡില്ലാണ്ട് അങ്ങനെ പോകുന്നില്ലേ. അങ്ങനെ നമ്മൾ യുക്രൈൻ ബോർഡറിലെത്തിയിട്ട് ഫുഡിന് കുറച്ച് നേരം തപ്പി നടന്നപ്പോൾ സൈറൺ അടിക്കാൻ തുടങ്ങി. സൈറൺ അടിച്ചതിന് ഇടയിൽ കയറിയിരിക്കണം. നമ്മളാണെങ്കിൽ സൈറൺ അടിക്കുമ്പോൾ നടു റോട്ടിൽ എവിടെയും കയറാൻ സ്ഥലമില്ല, നടു റോഡിൽ കുത്തിയിരിക്കുക കുറേ സമയം. അങ്ങനെ കുറച്ച് അവിടുന്ന് കുറച്ച് ലേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ബാഗിലിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ ഇത്ര ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി ഇല്ലായിരുന്നു. റഷ്യൻ ബോർഡറിൽ യുക്രൈൻ ബോർഡറിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ അവിടുന്ന് ഒരു കാറോ വാനോ, അത് എനിക്ക് ഓർമ്മയില്ല, വാനാന്ന് തോന്നുന്നു,
വാനിൽ കുറേ കുട്ടികളെ കയറ്റിയിട്ട് അയാൾ നല്ലൊരു മനുഷ്യൻ, അയാൾ ഒരു പെട്രോൾ പമ്പിൽ ഇറക്കിയിട്ട് അവിടെ നമ്മൾ ബാത്റൂമിൽ പോയി. പെട്രോൾ പമ്പിൻ്റെ അടുത്ത് നിന്ന് തന്നെ നമുക്ക് ഫുഡും വാങ്ങി തന്നു. അങ്ങനെ ഫുഡ് കഴിച്ചപ്പോൾ കുറേ ആൾക്കാർക്ക് ഛർദ്ദിയായി. കാരണം ഒരുപാട് ദിവസം ഫുഡ് കഴിക്കാണ്ട് കഴിച്ചിട്ട് നല്ല ഛർദ്ദിയും പിടിച്ചുകൊണ്ട് എൻ്റെ ഫ്രണ്ട് ഛർദ്ദിച്ചിട്ട് സഞ്ചി പിടിച്ച് കുറേ നേരം വാനിലിരുന്നു. അത് നമ്മൾ യുക്രൈൻ ബോർഡർ കടന്ന് യുക്രൈൻ ബോർഡറിലെത്തി. യുക്രൈൻ എല്ലാവരും കേട്ടിരിക്കും. അങ്ങനെ ബോർഡറിലെത്തി. അവിടുന്ന് പിന്നെയും പോകാനുണ്ട്. അവർ നമ്മളെ ഒരു ട്രെയിനുണ്ട്, യുക്രൈൻ ബോർഡറിൽ നിന്ന് ട്രെയിൻ റഷ്യയിലേക്ക്, ഹംഗറി അവിടെ നിന്ന് ഒരു ട്രെയിൻ വന്നു ഹംഗറിന്റെ ബോർഡറിലേക്ക്. ഹംഗറിന്റെ ബോർഡർ എത്തിയപ്പോൾ പിന്നെ ഫുൾ ഫുഡായിരുന്നു. അവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ബർഗർ, സാൻഡ്വിച്ച് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആരും കഴിക്കാൻ പറ്റുന്നില്ല, കുറേ ദിവസം കഴിക്കാണ്ട് അത് കഴിക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫുഡ് കഴിച്ചു. അവിടുന്ന് പിന്നെയും ട്രെയിനിലോട്ട് പോയി. അവിടുന്ന് പിന്നെയും ട്രെയിന് ഹംഗറി ബുഡാപെസ്റ്റ് എത്തിയപ്പോൾ ഇന്ത്യൻ ഫ്ലാഗ്. ബുഡാപെസ്റ്റിലോട്ട് എത്തിയിട്ട് അവിടെ എത്തുമ്പോൾ ഓരോ രാജ്യത്തിൻ്റെ ഫ്ലാഗ് വരും. അപ്പോൾ നമ്മളെ ഫ്ലാഗിൻ്റെ അടുത്ത് പോയി നിൽക്കണം. അപ്പോൾ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ അടുത്ത് പോയി നിന്നു. ഇന്ത്യൻ ഫ്ലാഗിൻ്റെ അടുത്ത് പോയപ്പോൾ എംബസീൻ്റെ അവരൊക്കെ വന്നു. എന്നിട്ട് അവർ നമ്മളെ കാറിൽ അവരുടെ ഒരു ഹോട്ടലുണ്ട്, എംബസി ഇതാക്കിയ അവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്തപ്പോൾ അവിടുന്ന് ഫുഡ് കിട്ടി. പിന്നെ നമ്മളടുത്ത് പറഞ്ഞു കുറച്ച് വേണമെങ്കിൽ ഹംഗറി ഒന്ന് ഒരു 2 ദിവസം നോക്കി നടന്നു. അങ്ങനെ ഹംഗറി ഒന്ന് ഒരു ദിവസം ചുറ്റി നടന്നിട്ട് പിറ്റേന്ന് അങ്ങനെയാണ് അവിടുന്ന് ഫ്ലൈറ്റ് കിട്ടിയത് ഇന്ത്യയിലേക്ക്. ബുഡാപെസ്റ്റിൽ നിന്ന് ഫുൾ ഇന്ത്യൻ ഗവൺമെൻറ്. അവിടെ എത്തിയപ്പോഴാണ് ഇന്ത്യൻ ഗവൺമെൻറ് ആക്ച്വലി നമ്മൾ കാണുന്നത്. അത്ര വരെ നമ്മൾ സ്വന്തമായിട്ടാണ് ഇത്രയും സ്ട്രഗിൾ ചെയ്തത്. പിന്നെ അവർ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ റഷ്യൻ ബോർഡർ അങ്ങനെ നമ്മളെ സഹായിക്കാനും പറ്റത്തില്ല. നമ്മൾ സ്വന്തമായിട്ട് ഒരു ബോർഡർ എത്തിയാലേ അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും. അങ്ങനെ ബുഡാപെസ്റ്റ് എത്തിയപ്പോഴാണ് റഷ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫ്ലാഗിൻ്റെ അടുത്ത് വന്ന് ഇന്ത്യൻ എംബസി കാര്യങ്ങളൊക്കെ വന്നത്. അവിടെ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് കയറി ഡൽഹിയിലോട്ട്. ഗവൺമെൻറ്റിൻ്റെ തന്നെ ഫ്ലൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഫ്ലൈറ്റിൽ ഫുൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫുൾ ഇന്ത്യൻ ഗവൺമെൻറ് വക. അത് കഴിഞ്ഞ് ഡൽഹിയിലെത്തിയപ്പോൾ മിനിസ്റ്റേഴ്സൊക്കെ വന്ന് മറ്റേ പൂച്ചണ്ടൊക്കെ ആയിട്ട് വന്ന് പൂച്ചണ്ട് മാത്രമായിട്ട് അത്ര വരെ ആരുണ്ടായില്ല. ഡൽഹി എത്തിയപ്പോൾ പൂച്ചണ്ടൊക്കെ ആയിട്ട് മിനിസ്റ്ററൊക്കെ വന്ന് പൂച്ചണ്ടൊക്കെ തന്ന്. പിന്നെ ഡൽഹിയിൽ നിന്ന് പിന്നെയും തിരിച്ചു സ്റ്റേറ്റ് വൈസ് കേരളത്തിൻ്റെ വേറെ അങ്ങനെ ഓരോ സ്റ്റേറ്റ് അങ്ങനെ കേരളത്തിൻ്റെ അടുത്ത് നമ്മൾ അവിടെ നിന്നു. അങ്ങനെ കേരളത്തിൻ്റെ ബസ് വന്നിട്ട് ഡൽഹി നമുക്ക് ചേഞ്ച് ചെയ്യാൻ, ഇപ്പം നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പിന്നെ അവരുടെ വക ഫുഡ് ഉണ്ടായിരുന്നു. കേരളത്തിലെത്തിയപ്പോൾ പൊറോട്ട, ബീഫ് അങ്ങനത്തെ അവരുടെ ഫുഡ്. പിന്നെ കേരള ഗവൺമെൻറ് കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരുടെ ബസ്സിൽ കയറി ഒരു ഹോട്ടലിൽ ഇപ്പോൾ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഹോട്ടലിൽ നിർത്തുമ്പോൾ ബസ് പോകില്ല, അവിടത്തേക്ക് നടത്തിച്ചു നമ്മളെ ഒരു അരമണിക്കൂർ നമ്മൾ ഹോട്ടലിലേക്ക് നടന്നു. അവിടെ എത്തി ബാഗ് വെക്കുമ്പോഴത്തേക്ക് പറഞ്ഞ് തിരിച്ചു പോകാൻ ടൈമായി. അതേ ബാഗ് എടുത്ത് തിരിച്ച് അതേ വണ്ടി കയറി കുത്തിയിരുന്ന് അവിടെ നിന്ന് നമ്മൾ എറണാകുളത്തോട്ടായിരുന്നു. എറണാകുളത്ത് വന്നു. അങ്ങനെ നട്ടു. എത്ര ദിവസം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ട്രോമ അത് പറയുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തുന്നത് നമ്മളെ കണ്ണൂർ ഉത്സവത്തിൻ്റെ ടൈമാണ്. അപ്പോൾ ഈ പടക്കങ്ങളൊക്കെ പൊട്ടത് കറക്റ്റ് ഞാൻ കുളിച്ചോണ്ടിരിക്കും പടക്കമൊക്കെ പൊട്ടുക. ഭയങ്കര ട്രോമയായിരുന്നു ആ ടൈമിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഫുൾ ഉറങ്ങുമ്പോൾ ഒക്കെ ഇതിങ്ങനെ കടന്ന് ഈ സൗണ്ട് പോകുന്നില്ല, സൗണ്ട് ഇങ്ങനെ ഉണ്ടാവും. ഭയങ്കര ട്രോമയായിരുന്നു ആ സൗണ്ട് കുറേ ദിവസം ഇങ്ങനെ. പിന്നെ എങ്ങനെ ഈ ഇത്രയും ഇതിന്ന് പിന്നെ MBBSലേക്ക് വരണം, പിന്നെയും ജോർജിയ അബ്രോഡ്, ഈ ഒരു ആലോചനയിലേക്ക് പിന്നെ എങ്ങനെ വന്നത്? അത് ആഗ്രഹം കൊണ്ട്. പിന്നെ വീട്ടുകാര് ഞാനിങ്ങനെ ഇരിക്കുന്നതിനപ്പോ അവർക്കും തോന്നി ഞാൻ വേറെ ഒന്നിലേക്കും പോവില്ല. അപ്പൊ അവരും കൂടി സഹായിച്ചു. നമ്മളെ മൂടങ്ങോട്ട് മാറിയില്ലേ, മൊത്തങ്ങോട്ട് അഫ്താബൊക്കെ അങ്ങോട്ട് മൈൻഡ് മാറി. നിനക്കെന്താ കഥ ഉണ്ട് ഇങ്ങനെ? വേറെ ആർക്കും ഇല്ല, നോർമലാണ്. ഇപ്പൊ യുദ്ധങ്ങളുടെ ഇടയിൽ ബോംബുകളുടെ ഇടയിൽ ഓടിക്കാറുന്നതൊക്കെ കഥ പറയാൻ പറ്റിയില്ലേ? കഥ ഇപ്പൊ പറയുമ്പോ ഓക്കെ, നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ കുറെ പൈസ പൊട്ടി. അപ്പൊ അതിന്റെ ഒരു സങ്കടം മാറി. അതായത് അവിടെ ചെലവാക്കിയതല്ലേ? അപ്പൊ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. 2021 ശേഷമുള്ള ബാച്ചാണ് അത്. നമ്മൾ ഫസ്റ്റ് ഇയേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സെമ്മിലുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു, നമുക്കില്ല. അപ്പോൾ ജോർജിയയിൽ പൊതുവെ അങ്ങനെ ഹാപ്പിയാണ് ജോർജിയയിലപ്പോൾ. അപ്പോൾ നമുക്ക് കൗക്കസ് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീൻ്റെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയണമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബോംബിൻ്റെ കഥയൊക്കെ അങ്ങനെ പോയി.
അപ്പോൾ ഇതൊക്കെയാണ് ജോർജിയയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ജോർജിയയിൽ MBBS എടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ കാര്യങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ ഇതൊക്കെ അറിയാമായിരുന്നോ? എങ്ങനെയായിരുന്നുള്ളത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ അത്യാവശ്യം എല്ലാ പക്കയായിട്ട് മനസ്സിലാവും. അത് പറയണത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പുതിയ നമ്മളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത്, ഒരു ലൈഫും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യുക, ഇവർ തന്നെ എന്ത് ചെയ്യും, വീഡിയോ ചെയ്യും അല്ലേ? അതെ. അപ്പോൾ ഹാപ്പി എൻഡിങ്.